റെയ്ഡുകൾ നടന്നു. ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ റെയ്ഡുകൾ നടന്നു. കോഴിക്കോട് റെയ്ഡ് നടന്നു. റെയ്ഡിൽ ഒന്നും തന്നെ നിയമവിരുദ്ധമായ ഒരു കാര്യം തന്നെ കിട്ടിയില്ല. തിരുവനന്തപുരത്തും കിട്ടിയില്ല, കോഴിക്കോടും കിട്ടിയില്ല. ആ റെയ്ഡിൻ്റെ സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ റെയ്ഡിൻ്റെ സമയത്ത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീൻ ഉള്ളോട്ട് കൊണ്ടുപോയപ്പോൾ അതാ നോട്ടുകൾ പിടിച്ചു കിട്ടി, നോട്ടെണ്ണുന്ന മെഷീനാണത് എന്ന വാർത്തകൾ ഉൾപ്പെടെ വന്നിരുന്നു. അപ്പോൾ ഒരു നിയമവിരുദ്ധമായ ഒരു സംഗതി ഒന്നും കിട്ടിയിട്ടില്ല. അതെന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിലുള്ളൊരു സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ ഇതാ ഒരു പുതിയ സ്ഥാപനം ലൈക്കർ എന്ന സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നു. അതൊരു പുതിയ സ്ഥാപനമൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നോമിനേഷൻ പേപ്പർ നോക്കിയാൽ മതി. എന്തെങ്കിലും ഒളിച്ചു വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമല്ല, പരസ്യപ്പെടുത്തിയാണ് നോമിനേഷനിൽ എഴുതിയ സ്ഥാപനം. വീണ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അവർ ഒരു ബിസിനസ് നടത്തരുത് എന്ന് ഭരണഘടനാപരമായി ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി സർക്കാരിനെ സ്വാധീനിച്ചോ മറ്റു സ്വാധീനങ്ങളിലൂടെയോ ബിസിനസ് നടത്തുന്നതാണ് തെറ്റ്. അതും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ പിന്നീട് നടന്നു. ഒരുപാട് അസംബന്ധങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചു. ഞാൻ അതിന് ഓരോന്നിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഇത്തരം കാര്യങ്ങളെ നേരിടാൻ തീരുമാനിച്ചിരിക്കുക. നിയമപരമായി നേരിടാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ ഓരോ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾക്കും ഞാനിപ്പോൾ ഇവിടെ മറുപടി പറയില്ല, നിയമപരമായി തന്നെ മറുപടി പറയും. ഇതിൽ വളരെ മാന്യമായും നിയമപരമായും ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ, കോളേജ് കാലം മുതലുള്ള എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ ഈ റെയ്ഡിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്തിരിക്കുക. നിയമപരമായും മാന്യമായിട്ടാണ്. അവരെ പറ്റി നിങ്ങൾക്കൊക്കെ അന്വേഷിച്ച് അറിയും. കോഴിക്കോട് ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്നവരാണ് അവരൊക്കെ. എല്ലാ വിഭാഗം ആളുകളുമായിട്ട് നമുക്കൊക്കെ ബന്ധമുണ്ട്. അത് പഠനകാലത്തെ ബന്ധമുണ്ട്, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധമുണ്ട്. ഇവരൊക്കെ ഏതെങ്കിലും പാർലമെൻ്ററി സ്ഥാനത്ത് ഞാൻ വന്നപ്പോൾ അതിന് ശേഷമുണ്ടായ ബന്ധമല്ല. ഞാൻ MLA ആവുന്നതിന് മുമ്പും ഞാൻ കോളേജ് പഠിക്കുമ്പോഴും അതിന് ശേഷമൊക്കെ ഉള്ള ബന്ധങ്ങളാണ്. അതിന് മുമ്പുള്ള ബന്ധമുണ്ട്. അപ്പോൾ അത് എത്രയോ കാലമായിട്ടുള്ളതാണ്. അവരൊക്കെ അറിയുന്നവരാണ് കോഴിക്കോട്. അവരൊക്കെ മാന്യമായി ബിസിനസ് ചെയ്യുന്നവർ, നിയമപരമായി ബിസിനസ് ചെയ്യുന്നവർ. അപ്പോൾ ഒരു പുകമറ സൃഷ്ടിച്ച് ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തും. EDയെക്കുറിച്ച് അതിനെ ഉപയോഗിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞതാണ്.